നമസ്കാരം. KPCCയുടെ പരിപാടിക്കിറങ്ങുമ്പോൾ സർ ഒന്ന് വീട്ടിലെ ചുവരിലേക്ക് തിരിഞ്ഞു നോക്കണമായിരുന്നു. അവിടെ മാലയിട്ട് തൂക്കിയ ഒരു ഫോട്ടോ കാണാം. സഖാവ് ജി ഭുവനേശ്വരൻ്റേത്. കോൺഗ്രസിൻ്റെ കുട്ടിക്രിമിനൽ സംഘം തലങ്ങും വിലങ്ങും വെട്ടിക്കൊലപ്പെടുത്തിയതാണ് സഖാവ് ഭുവനേശ്വരനെ. സുധാകരനെ MLA-യും മന്ത്രിയും ആക്കിയത് പാർട്ടിയാണ്. സുധാകരനെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. KPCC സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തതിനാണ് സൈബർ സഖാക്കളുടെ ഈ പൊങ്കാലയിടിയിൽ. കോൺഗ്രസ്സുകാരൻ ആയിരുന്ന KV തോമസിനെ ലക്ഷങ്ങൾ കൊടുത്ത് രാജ്യതലസ്ഥാനത്തെ പ്രത്യേക പ്രതിനിധിയാക്കിയ പാർട്ടിയുടെ മുൻനിര പോരാളികളാണ് സുധാകരനെതിരെ ഈ പോരാട്ടം നടത്തുന്നത്. പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സെമിനാറിൽ KM മാണിയെ പങ്കെടുപ്പിച്ചപ്പോൾ ഇല്ലാത്തൊരു ചോരത്തിളപ്പ് സുധാകരനോട് എന്തിനാണ് സഖാക്കളെ? തിരുവനന്തപുരത്ത് നടന്ന മവാസെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് AA റഹീം അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി ശശി തരൂരിനെ ക്ഷണിച്ചപ്പോൾ അതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കൊന്നുമില്ലെന്ന് പറഞ്ഞവരുടെ മനസ്സിൽ G സുധാകരനിലെ സഖാവ് മാത്രം അകാല ചരമം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ജില്ലാ സമ്മേളന വേദിയിൽ അബിൻ വർക്കി അടക്കമുള്ള എതിരാളികളെ പങ്കെടുപ്പിക്കാം എങ്കിൽ ചരിത്രദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലിൽ കോൺഗ്രസിന് ഒരു CPM നേതാവിനെ പങ്കെടുപ്പിക്കുന്നുവെങ്കിൽ അതിൽ അഭിമാനമല്ലേ തോന്നേണ്ടിയിരുന്നത്? സംസ്ഥാന സമ്മേളന ശേഷം പ്രായപരിധി മാനദണ്ഡം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPIM നേതൃത്വത്തെ വിമർശിച്ചതാണോ സഖാക്കളെ ചൊടിപ്പിച്ചത്? SFI നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള കവിതയാണോ ഈ അസഹിഷ്ണുതയ്ക്ക് കാരണം? CPIM-ന്റെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന സുധാകരന് ലഭിക്കുന്ന സ്വീകാര്യതയാണോ അസ്വസ്ഥതപ്പെടുത്തുന്നത്? സുധാകരനെ കുലംകുത്തിയാക്കുന്നു എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്.